ഉടമ്പടി നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക്, ഞങ്ങളുടെ ജീവിത അവസ്ഥകളിലേക്ക്, ഇപ്പോൾ ഷക്കീന TV-യിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് കർത്താവേ കടന്നു വരണമേ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചിട്ടല്ല എല്ലാ നിയോഗങ്ങളിലേക്കും, അവരുടെ ജീവിത ദുരിതങ്ങളിലേക്കും ജീവിത വിഷമതകളിലേക്കും എല്ലാ കൊറോണ വൈറസ് മഹാ രോഗ ദുരിതങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തിയായ അഭിഷേകമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണം. യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ അങ്ങ് കൃപയായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ.
ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ആരാധന. ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, 15 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിളിക്കപ്പെട്ടവർക്കെല്ലാം രക്ഷപ്രദാനം ചെയ്തതിന് ഉടമ്പടി മധ്യസ്ഥനായി തീർന്ന ഈശോയെ, നിയമം ലംഘിച്ചവർക്ക് വേണ്ടി മരണം വഴി രക്ഷപ്രദാനം ചെയ്ത ഈശോയെ, ഞങ്ങളൊക്കെ ആരാധിക്കുകയാണ്, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച ഓരോ മക്കളെയും നിയോഗങ്ങളാണ്. ഓളിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, റിക്വസ്റ്റ് വിവിധ ദുരിതങ്ങൾ സമർപ്പിക്കുന്നവരെ ഈ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 സമയഘടികാരം നെഞ്ചിൽ പ്രാർത്ഥി പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ഉടമ്പടിയുടെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈശോയെ ആരാധന. കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കട്ടെ. വിശ്വാസത്തോടെ ആരാധിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന അങ്ങ് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. സമന്വസ്തമായി പഠിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖയുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ സഭയുടെ വിവേചനം അധികാരം ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുവാൻ വ്യാക്രമേന്ദ്ര പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു.
സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിക്കുവാൻ ജീവിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി കൈവരിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. ഓൺലൈൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ, ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നവരെ, കൃപാസനത്തെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുള്ളവര്, നേരത്തെ തീർത്ഥാടന ഉടമ്പടി ചെയ്തവര്, അവരെന്താണ് അപ്പോഴ് പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടത്, അത് വീണ്ടും ഈ ആരാധനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ജീവത്തായ നിമിഷങ്ങളിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, രോഗങ്ങൾ, വിഷമതകൾ എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ ശുദ്ധീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാഹചര്യമാക്കണമേ. പരിശുദ്ധ മാതാവേ, ഉടമ്പടിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവയുടെ സാന്നിധ്യം അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാഭ്യാസ മേഖലകൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സന്താനരഹിതര്, ഭവനരഹിതര് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷോഭത്തിലാകുന്നവര് കർത്താവെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കൊറോണ വൈറസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഉടമകളെ സമർപ്പിക്കുന്നു. കോടതി കേസുകള്, പോലീസ് കേസുകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന ആരാധന.
മാറോട് നിമിഷം വിശ്വാസത്തോടെ പാടാം. ആരാധനയുടെ നിമിഷം ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോട് ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ആരാധനയുടെ നിമിഷം ആരാധിച്ചിടുന്നു ഞങ്ങൾ ആരാധന പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധന ആരാധിച്ചിടുന്നു ഞങ്ങൾ ആരാധന പാടി നമിക്കുന്നു ഞങ്ങൾ. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ദൈവത്തോട് നമ്മൾ വിട്ടകലാതെ കൂടെ എപ്പോഴും നിൽക്കുക എന്നത് തന്നെയാണ്. ദ എഫിക്കസി ഓഫ് കവനന്റ് പ്രയർ. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഫലവും ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയെ എപ്പോഴും അത് ദൈവത്തോട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തും. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങണതന്നെ, നമ്മുടെ ദിവസം തുടങ്ങണത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദൈവ മനസ്സാണ് ശരിക്കും അത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠനവിധേയമാക്കണം. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് ചേർന്നാണ് പിന്നീട് വചന വായന വരണത്. അത് ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കണം. അതേതെങ്കിലും ഒരു സമയത്ത് മതി. അപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം ഉണ്ടായിരുന്ന സമയത്ത്, ലോക്ക്ഡൗണിന് മുമ്പ് പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൃപാസനത്തിൽ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ അത് വിതരണം ചെയ്യും, പ്രാർത്ഥിച്ച്. ആ ഒരു ബോധത്തോട് വിതരണം ചെയ്ത എല്ലാവർക്കും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അതിലൂടെ ജനം വീണ്ടും അമ്മയെ അറിഞ്ഞ്, അമ്മയിലൂടെ യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെട്ടും അതുപോലെ തന്നെ ലോകത്തിന് പ്രയോജനപ്പെട്ടും വരും. അപ്പം ദൈവമായിട്ട് മനുഷ്യർ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അങ്ങനെ അപ്പോഴും ഏതെങ്കിലും സമയത്ത് നമ്മളിത് വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവി പ്രവർത്തനമുണ്ട്. രോഗികളെ പോയി കാണുക, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ
അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ കണ്ടെത്തി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ദൈവത്തിന് അടുത്ത് നിൽക്കുക. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കണം, അല്ലേ? ആ ദൈവസ്നേഹത്തോടെ സന്ദർശിക്കണം. ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുമ്പോൾ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ വീണ്ടും ദൈവതിരുസേനയെ പുനഃസമർപ്പണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി സന്ധ്യാപ്രാർത്ഥന. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഒരു മഹാത്ഭുതം പോലെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലൂടെയാണ്. പക്ഷേ ഒരു കേവലമായ ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ വളരെയേറെ പല സ്ഥലങ്ങളിലും തൊട്ട് തലോടി അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഇത്. ജീവിതം തന്നെ ഇതൊരു ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടാണ്, ജീവിത രീതി. ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ടാണ്. അതിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ലൈറ്റ് വെയിറ്റ് ആവും. ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ടത് ചില നിസ്സാര കാര്യങ്ങൾ പോലും ചിലർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. ഒരു കസേര എടുത്ത് ഇപ്പുറത്ത് ഇടണമായിരിക്കും. നാളെ പിന്നെ കേട്ടെ, ആരെങ്കിലും വരട്ടെ, അവരെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിസ്സാര കാര്യം പോലും നമുക്ക് പാടായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ്, ശ്രദ്ധിക്കണം. കാര്യം അഭിഷേകത്തിൻ്റെ നിലവാരം എന്ന് പറയണത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും ലൈറ്റ് വെയ്റ്റ്, ഫെദർ ടച്ച്, പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, ഈ വലിയ 5 ടണ്ണിന് കൂടുതലുള്ള 8 ടണ്ണൊക്കെ ഉള്ള ലോറികളൊക്കെ പാലത്തിലിങ്ങനെ എൽക്കട്ടൊക്കെ വളക്കണത് പണ്ട് മെക്കാനിക് സ്റ്റിയറിങ്ങിൽ ആ ഡ്രൈവറിൻ്റെ 18 മസിലും തെളിഞ്ഞ് അവൻ വെട്ടി വേർത്താണ് ആ ലോറി തിരിച്ചെടുക്കുന്നത്. ഈ കാര്യം മെക്കാനിക് സ്റ്റിയറിങ് ആയതുകൊണ്ട്. ഇപ്പോൾ പവർ സ്റ്റിയറിങ് ആയത് കാരണം ചുമ്മാ ഒരു വിരലിലാണ് ചെയ്യണത് ഈ സംഭവം. ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പവർ സ്റ്റിയറിങ്ങിൽ ചെയ്യാൻ പറ്റും. അതിനാണ് അഭിഷേക വിധിപ്രകാരം എന്ന് പറയണത്. അതിൻ്റെ അഭിഷേകം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ലൈറ്റ് വെയ്റ്റായിട്ട് ചെയ്യാൻ പറ്റും.